ഹായ് ഹലോ ഗായ്സ്, നമ്മളിന്ന് കൊട്ടിപ്പെരുന്നാൾ കൂടാൻ പോവാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ അച്ഛനും അമ്മേനെയൊക്കെ വെയിറ്റ് ചെയ്യുവാണ്. നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചാട്ടോ പോകുന്നത്. പെരുന്നാള് പെരുന്നാള് പൂമാലപ്പള്ളിയിൽ പെരുന്നാള് കുരുത്തോല തൊങ്ങൽ തൂക്കി നല്ല തിരക്കുണ്ടാവും. അതുകൂടാതെ നമ്മൾ പോകുന്നത് 8-ാമടത്തിന്റെ അന്ന് സൺഡേയും ആണ്. അപ്പൊ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടക്കേണ്ടി വന്നു കേട്ടോ. ഞാൻ എല്ലാവരോടും ഹായ് ചോദിച്ചിട്ട് എല്ലാവരും ഹായ് തരുന്ന കേട്ടോ. ഇത് ചേച്ചിയാണ്, ഈ നന്ദന, ഇത് അമ്മയാണ് കേട്ടോ. നമ്മള് തിരക്ക് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഇത്രയും തിരക്ക് നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ നോർമലി വരുമ്പോ ഒക്കെ തിരക്കുണ്ടാവാറുണ്ട്, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അന്ന് നമ്മൾ പോയന്ന്. കൊട്ടിപ്പെരുന്നാളിന്റെ രൂപം പള്ളിയിലേക്ക് കയറുമ്പോൾ മഴ പെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കൊട്ടിപ്പെരുന്നാളിന്റെ രൂപം പള്ളിയിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ തൂളിയായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ കൊട്ടിപ്പള്ളിയിൽ നേർച്ച പൂവങ്കുലയാണ്. നമ്മൾ നേർച്ചയ്ക്ക് എടുത്തു വെച്ചതിന് ശേഷം ഞാൻ നിന്ന് കൊച്ചിനോട് വർത്താനം പറയാം കേട്ടോ. ആൾക്ക് ഈ പള്ളി ഏതാന്ന് അറിയത്തില്ല എന്നൊക്കെയാണ് ആളിൽ നിന്ന് പറയുന്നത്. ശരിക്കും നിനക്ക് അറിയില്ലേന്ന് ചോദിച്ചപ്പോൾ ആള് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ, തമ്പായിട്ട് പ്രാർത്ഥിക്കാനാണ്. എന്തിനു വന്ന് കളിക്കാൻ വന്ന? പ്രാർത്ഥിക്കാൻ വന്നാണോ? ആരോടാ പ്രാർത്ഥിക്കണേ? തമ്പായോട്. അത് കഴിഞ്ഞ് നമ്മൾ തിരികെ കത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ മാതാവിന്റെ രൂപം മടങ്ങാനായിട്ട് പോവാട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്യൂ നിൽക്കേണ്ട വന്നു. കുറെ നേരം ക്യൂ നിന്നിട്ടാണ് നമുക്ക് മാതാവിന്റെ രൂപം മടങ്ങാനായിട്ട് പറ്റിയത് കേട്ടോ. അതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ നന്ദയും കൂടെ കാര്യമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് പൂവങ്കൊല കൊട്ടിമുത്തിക്ക് നേർച്ചയായിട്ട് വരാനുള്ള കാരണം വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാട്ടോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാതാവിന്റെ രൂപമൊക്കെ തൊട്ട് വേണമെങ്കിൽ പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് പള്ളി കയറാനായിട്ട് പറ്റിയില്ല. നമ്മൾ പള്ളി കയറി പ്രാർത്ഥിച്ച് റോസറി വില്ലേജിൽ കയറാമെന്നാണ് വിചാരിച്ചത്. റോസറി വില്ലേജ് നമ്മൾ കയറിയില്ലായിരുന്നു, കാരണം നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് നടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു നിന്ന് കുറെ നേരം. വാങ്ങാനല്ലേലും നമുക്ക് ഈ കടകളിലൂടെ കയറി ഇറങ്ങി നടക്കാന്നുള്ളത്. ഇതിന്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എവിടെ പോയാലും ഇത് കണ്ടാൽ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ച് കഴിച്ചിട്ട് നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ പെരുന്നാളുകൾക്കായിക്കോട്ടെ ഉത്സവങ്ങൾക്കായിക്കോട്ടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് വാങ്ങുന്ന ഒന്നാണ് ബജ്ജി. മുളക് ബജ്ജി, മുട്ട ബജ്ജി, കോളിഫ്ലവർ ബജ്ജിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ബജ്ജി എല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളോട് എന്നാ പറയണേന്ന് വെച്ചിട്ട് ബജ്ജിയൊക്കെ കുറച്ച് കഴിച്ചാൽ ആദ്യം പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും നല്ല ഫുഡ് വാങ്ങിച്ചു തരാം നല്ലതൊക്കെ പറയുമായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് ധാബയിലേക്കാണ് പോയത് ഫുഡ് കഴിക്കാനായിട്ട്. നമ്മള് ബട്ടർ നാനും എഗ് റൈസും ചില്ലി ചിക്കനൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ചേച്ചി ഇത്തിരി റൈസ് കണ്ണ ജോലിയുള്ളതുകൊണ്ട് കാത്തിരിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് പോകുന്നു കേട്ടോ.